മേഖലയിലുള്ള കുട്ടികൾക്ക് കൊടുക്കുന്ന വിദ്യാഭ്യാസം ഞങ്ങളുടെ മക്കൾക്ക് കൊടുക്കണം. അതുപോലെ തന്നെ ഞങ്ങൾക്ക് മറ്റും ഭക്ഷണം വസ്ത്രം എല്ലാം കൊടുക്കണം. ഇതര മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളി സംഘടനകളുണ്ടല്ലോ. എന്താ ഓട്ടോറിക്ഷക്കാർക്ക് കമ്പി എന്താണ്? ഓട്ടോറിക്ഷക്കാർക്ക് എന്താ കമ്പി ഉണ്ടോ? ഞങ്ങൾ ജീവിക്കുകയാണ് ഇവിടെ. ഞങ്ങളിവിടെ ജീവിക്കുന്നത് കുട്ടികളെ പോറ്റാനാണ്. മാന്യമായ വസ്ത്രം കൊടുക്കണം, മാന്യമായ വിദ്യാഭ്യാസം കൊടുക്കണം ഞങ്ങളുടെ മക്കൾക്ക്. അതിനെ തടയുന്ന രീതിയിലേക്ക് മറ്റുള്ള മേഖലയിലും തൊഴിലാളികൾ ഞങ്ങളുടെ മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ ഞങ്ങൾക്ക് പ്രതിഷേധം വേണ്ടേ? ഞങ്ങൾ പ്രതിഷേധിക്കണ്ടേ? ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് എത്ര വട്ടം ഇവിടെ പരാതി തന്നു? ഈ പരാതിക്ക് മാന്യമായ രീതിയിൽ പരിഹാരം കണ്ടിട്ടുണ്ടോ? ഈ പരിഹാരം കാണാത്തതിന്റെ പേരിലല്ലേ മുദ്രാവാക്യം വിളിച്ചിട്ട് ഞങ്ങൾ ഇവിടെ കയറി വരേണ്ടി വന്നത്? ഈ സാഹചര്യം ഒരിക്കലും എന്നാണ് ഞങ്ങളോട് പറയാനുള്ളത്. ഈ ഉദ്യോഗസ്ഥ വിഭാഗങ്ങളുടെ ഈ സാഹചര്യം ഒരിക്കരുത്. അവന്റെ കൂടെ ഉള്ളത് നമ്മളെ കൊണ്ടോട്ടിയിൽ നമ്മളെ ചങ്കളായ ഓട്ടോറിക്ഷ ഡ്രൈവർമാരാട്ടോ. ഇന്ന് ഇവർ പണി മുടക്കിക്കൊണ്ട് ഒരു സൂചനാ പണിമുടക്ക് നടത്തിക്കൊണ്ട് ഒരു പ്രതിഷേധം അറിയിക്കുന്നുണ്ട് നമ്മുടെ കൊണ്ടോട്ടി RTOക്ക് വേണ്ടിയിട്ട്. അപ്പൊ അതിന്റെ വിശദമായ വിവരങ്ങൾ എന്താ നമുക്ക് ഓരോട് തന്നെ ചോദിച്ചറിയാം. പ്രതിഷേധ പ്രകടനം സിന്ദാബാദ്. RTO ഓഫീസർ സിന്ദാബാദ്. പരാതികളേറെ നൽകിയിട്ടു തൊഴിലാളി ഐക്യം സിന്ദാബാദ്. കൊണ്ടോട്ടിയിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഇങ്ങനെ ഒരു പ്രതിഷേധവുമായി മുന്നോട്ട് വരാനുള്ള കാരണം 5 വർഷമായി അനധികൃതമായി സർവീസ് നടത്തുന്ന ഓട്ടോറിക്ഷകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും അതുപോലെ മിനി ബസിന്റെ മുന്നിൽ നിന്നും യാത്രക്കാരെ കയറ്റുമെന്ന് ആരോപിച്ച് ഓട്ടോ തൊഴിലാളികൾ അതിക്രൂരമായി മർദ്ദിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടും അതുപോലെ നഗരത്തിൽ യാതൊരു നിയന്ത്രണവുമില്ലാതെ അനധികൃതമായി സർവീസ് ഓട്ടോറിക്ഷകൾ അതുപോലെ ഓൾ കേരള പെർമിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾ ഞങ്ങളുടെ തൊഴിൽ മേഖലയിൽ കടന്നു വരുന്ന വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ന് ഞങ്ങൾ പറയുന്ന ഓഫീസർമാരോട് ഞങ്ങളെ കേരളത്തിലുള്ള ആൾട്ടറ്റ് പെർമിറ്റ് നിർത്തലാക്കിക്കൊണ്ട് കേരളത്തിൽ എല്ലാ ഓട്ടോകൾക്കും സ്റ്റേറ്റ് മാരേജ് പെർമിറ്റ് ആക്കിക്കൊണ്ട് ആൾട്ടറ്റ് സിസ്റ്റം പാടെ നിർത്തി. എന്നിട്ട് ഞങ്ങളും കാലിക്കറ്റിലേക്ക് ഒരു ട്രിപ്പ് റെയിൽവേ സ്റ്റേഷനിൽ പോയാൽ ആ റെയിൽവേ സ്റ്റേഷനിലുള്ള ആ ഓട്ടോ സ്റ്റാൻഡിൽ നിർത്തിയിട്ടുകൊണ്ട് അവിടെ ഞങ്ങൾക്ക് സർവീസ് നടത്തുമല്ലോ. അവിടെ നിന്ന് ഞങ്ങൾ ഫറൂഖിലേക്ക് ഒരു ട്രിപ്പ് വന്നാൽ അവിടെ ടാക്സി സ്റ്റാൻഡിൽ ഞങ്ങൾക്ക് പാർക്ക് ചെയ്ത് ഞങ്ങൾക്ക് സർവീസ് നടത്താം. പക്ഷേ ഒരു സ്റ്റേറ്റ് പെർമിറ്റിന്റെ പേരിൽ ഈ ഓട്ടോക്ക് കറണ്ട് ഓട്ടോക്ക് പെർമിറ്റ് ഞങ്ങൾക്ക് ഡിസ്ട്രിക്ട് ആണെങ്കിൽ അവർക്ക് സ്റ്റേറ്റ് പെർമിറ്റാണ്. ആ സ്റ്റേറ്റ് പെർമിറ്റ് എന്ന് പറയുമ്പോൾ ക്രിസ്ത്യാനങ്ങാടിൽ നിന്നും ഒരു യാത്രക്കാരന് 9 മണിക്ക് കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷനകത്ത് പോയി ലഞ്ചറിലെത്തിട്ട് അവൻ രാവിലെ 5 മണി വരെ അവൻ സർവീസ് നടത്തുന്നു. 2 ടൈമായിട്ട് സർവീസ് നടത്തുന്നു. അവൻ 4 മണിക്ക് വരുന്ന ഓട്ടോറിക്ഷക്കാരൻ അവിടെ ട്രാക്കിൽ നിന്ന് അവനൊരു യാത്രക്കാരന് പാസഞ്ചർ കിട്ടുന്നത് ഈ അവർക്ക് പ്രത്യേകം പാർക്ക് ചെയ്യാൻ സംവിധാനമുണ്ട്. ഇവിടെയാണ് അവൻ അവിടെ നിന്ന് തിരിച്ചു പോകണം. അതല്ലെങ്കിൽ അവൻ എവിടെയാണോ പാർക്കിംഗ് ഏരിയ ഉള്ളത് അവിടേക്ക് പോകണം. എന്തുകൊണ്ടാണ്? കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷൻ പരിധിയിലുണ്ടല്ലോ ഇലക്ട്രിക് ഓട്ടോകൾ. അവിടെ കുളത്തൂരത, പുളിക്കലത, കൊട്ടപ്പുറത്തത, ഈ കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള എക്കാവറമ്പത്തത, എല്ലാ ഒട്ടുകലത, എല്ലാ സ്ഥലങ്ങളും ആ വാഹനങ്ങളിലൊക്കെ യാത്ര നടത്തുന്നുണ്ട്. ഒരു എക്കാവറമ്പത്തിൽ നിന്ന് പ്രൈവറ്റ് ഓട്ടോറിക്ഷ വരികയാണെങ്കിൽ റോട്ടിൽ ധാരാളം കൈ കാണിച്ചാൽ അതിൽ കയറ്റി കൊണ്ടോട്ടി ടൗണിലേക്ക് യാത്രക്കാരനെ കൊണ്ടുവരുന്നു. കൊണ്ടോട്ടി പായങ്കാടി എന്ന പ്രദേശത്ത് 4-5 പ്രൈവറ്റ് ഓട്ടോറിക്ഷ കോഴിക്കോട് കഴിഞ്ഞാൽ 24 മണിക്കൂർ ഓട്ടോ യാത്രക്കാരനെ കാത്ത് ഉറക്കമൊഴിച്ച് അർദ്ധരാത്രി വരെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നുകൊണ്ട് ഒപ്പിട്ടുകൊണ്ട് മാന്യമായി തൊഴിലാളികൾ പോർട്ടർമാര് 2 ഓട്ടോ ടാക്സി തൊഴിലാളികളാണ്. ഇവരല്ലാതെ കേരളത്തിന്റെ കാണിക്കുന്നില്ല. ഇതൊരു സൂചനാ സമരമാണ്. ഈ സമരം കേരള സംസ്ഥാനത്തേക്ക് തന്നെ വ്യാപിപ്പിക്കാൻ പോകുകയാണ്. ഈ ഓട്ടോ എല്ലാ സ്ഥലങ്ങളിലും ഹാൾട്ടി പെർമിറ്റ് പ്രശ്നമാകുന്നത് കൊണ്ട് റിജക്ട് ചെയ്ത മേഖലയിലുള്ള മുഴുവൻ മേഖലയിലുള്ള ഓട്ടോറിക്ഷ മേഖലയിലുള്ള തൊഴിലാളികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അതിശക്തമായ സമരങ്ങൾക്ക് നേതൃത്വം നൽകുമെന്നും തൊഴിലാളികൾ ശക്തമായി ഇത്തരം കാര്യങ്ങൾക്ക് പ്രതികരണ ശക്തിയുള്ള ശക്തരുള്ള തൊഴിലാളിയായി നിവർന്നു നിൽക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് STUയുടെ എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചു നിർത്തുന്നത് JSTU.
നമ്പർ കൊടുത്തിട്ടുണ്ട്, വാഹനത്തിന് നമ്പർ കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും യാതൊരു നടപടികളും ഞാൻ എന്ന് പറഞ്ഞ ഈ ധിക്കാര നടപടിക്കെതിരെയാണ് ഈ ഹാർട്ട് ഓഫീസിലേക്ക് ഖേദകരമെന്ന് പറയട്ടെ ഞങ്ങൾക്ക് മാർച്ച് നടത്താനുണ്ടായ ഒരു സാഹചര്യം ഉണ്ടായത്. ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്താണ് ആവശ്യമുള്ളത് അത് ഞങ്ങൾ ചെയ്തു തരാം. മാർച്ചിന്റെ സമാപന ഭാഷണം നടത്തുന്നതിന് വേണ്ടി നമ്മുടെ കൊണ്ടോട്ടി കോർഡിനേഷൻ കമ്മിറ്റിയിലെ മുൻ ചെയർമാനും പ്രിയ സുഹൃത്തുമായ മുസ്തഫ അമ്പലങ്ങാടനെ ആദരവുണ്ട്. നന്ദി പറയുന്നതോടൊപ്പം നമ്മുടെ ഈ സമരം നിയന്ത്രിക്കാനും നമ്മുടെ അധ്യക്ഷനും അതുപോലെ തന്നെ നമ്മുടെ പോലീസ് വിഭാഗം എല്ലാവർക്കും ഒറ്റവാക്കി നന്ദി പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഇവിടെ സമാപിച്ചത് അറിയിക്കുന്നു. ജയ് കോർഡിനേഷൻ കമ്മിറ്റി. എന്നെ ശ്രമിക്കുന്ന എന്റെ സംസ്ഥാനം ശ്രമിക്കുന്ന ഉദ്യോഗസ്ഥ വിഭാഗം അതുപോലെ പൊതുജനങ്ങൾ ഞങ്ങൾ കൊണ്ടോട്ടിയിലെ ഓട്ടോറിക്ഷക്കാര് ഒരു സമരത്തിന് വരാനുള്ള കാരണം ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞു. ഞങ്ങൾ 3 ഓളം കുട്ടികൾക്ക് കൊടുക്കുന്ന വിദ്യാഭ്യാസം ഞങ്ങളുടെ മക്കൾക്ക് കൊടുക്കണം. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഭക്ഷണം വസ്ത്രം എല്ലാം കൊടുക്കണം. ഇതര മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളി സംഘടനകളുണ്ടല്ലോ. എന്താ ഓട്ടോറിക്ഷക്കാർക്ക് കമ്പി എന്താണ്? ഓട്ടോറിക്ഷക്കാർക്ക് എന്താ കമ്പി ഉണ്ടോ? ഞങ്ങൾ ജീവിക്കുകയാണ് ഇവിടെ. ഞങ്ങളിവിടെ ജീവിക്കുന്നത് കുട്ടികളെ പോറ്റാനാണ്. മാന്യമായ വസ്ത്രം കൊടുക്കണം, മാന്യമായ വിദ്യാഭ്യാസം കൊടുക്കണം ഞങ്ങളുടെ മക്കൾക്ക്. അതിനെ തടയുന്ന രീതിയിലേക്ക് മറ്റുള്ള മേഖലയിലും തൊഴിലാളികൾ ഞങ്ങളുടെ മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ ഞങ്ങൾക്ക് പ്രതിഷേധം വേണ്ടേ? ഞങ്ങൾ പ്രതിഷേധിക്കണ്ടേ? ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് എത്ര വട്ടം ഇവിടെ പരാതി തന്നു? ഈ പരാതിക്ക് മാന്യമായ രീതിയിൽ പരിഹാരം കണ്ടിട്ടുണ്ടോ? ഈ പരിഹാരം കാണാത്തതിന്റെ പേരിലല്ലേ മുദ്രാവാക്യം വിളിച്ചിട്ട് ഞങ്ങൾ ഇവിടെ കയറി വരേണ്ടി വന്നത്? ഈ സാഹചര്യം ഒരിക്കലും എന്നാണ് ഞങ്ങളോട് പറയാനുള്ളത്. ഈ ഉദ്യോഗസ്ഥ വിഭാഗങ്ങളുടെ ഈ സാഹചര്യം ഒരിക്കരുത്.